ഹായ് സ്റ്റുഡൻസ്, ജോസ ഫസ്റ്റ് മോക്ക് അലോട്ട്മെൻറ്റിൻ്റെ ബേസിസിലുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിലിൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ട് ഇത് റിലീസ് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇതിൻ്റെ ബേസിലാണ് വരുന്നത്. അപ്പോൾ 68 ജനറൽ റാങ്ക് കിട്ടി, 20 OBC ഉള്ളൊരു കുട്ടിക്ക് ജനറൽ കാറ്റഗറിയിൽ തന്നെ NIT കാലിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോപ്പ് റാങ്കേഴ്സ് നോക്കുമ്പോൾ അതൊരു കട്ട് ഓഫ് അറിയാൻ പറ്റില്ല. 151 ജനറൽ റാങ്ക് കിട്ടിയിട്ടുള്ള കുട്ടിക്കും NIT കാലിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ NIT കാലിക്കറ്റ് 150 വരെയുള്ളവർക്കൊക്കെ എന്തായാലും കിട്ടുന്നുണ്ട് ഇൻ ജനറൽ കാറ്റഗറിയിൽ നിന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ OBC, വുമൺ, സ്പെഷ്യൽ റിസർവേഷൻ അതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി റാങ്ക് കൂടുതലാണെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ട് NIT കാലിക്കറ്റിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അടുത്തത് വരുന്നത് 253 റാങ്ക് വിത്ത് 68 OBC റാങ്ക് വരുമ്പോൾ NIT കാലിക്കറ്റിൽ ഹോം സ്റ്റേറ്റ് കോട്ടയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 250 റാങ്ക് വരെയൊക്കെ ആണെങ്കിലും ജനറൽ റാങ്ക് 250 വരെ ആണെങ്കിൽ OBC ഒരു 68 റാങ്കാണ് വരുന്നത്. അത്തരം കുട്ടികൾക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. NIT കാലിക്കറ്റ് 459 ജനറൽ റാങ്ക് വന്നിട്ടുള്ള കുട്ടിക്ക് ആ കുട്ടി NITs മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ NIT കാലിക്കറ്റ്, ട്രിച്ചി, ഭോപ്പാലൊക്കെയാണ് കൊടുത്തത്. ആ കുട്ടിക്ക് ഇപ്പോൾ MNIT ഭോപ്പാലാണ് ചോയ്സ് 3 ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 459 റാങ്കുള്ള കുട്ടികൾക്ക് MNIT ഭോപ്പാൽ കംഫർട്ടബിളായിട്ട് ജനറൽ കാറ്റഗറിയിൽ കിട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. 525 റാങ്ക് 150 OBC റാങ്ക് കിട്ടിയ കുട്ടിക്ക് SPA ഡൽഹി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SPA ഡൽഹി ഇത് 150-നടിയിൽ OBC റാങ്ക് വന്നു കഴിഞ്ഞാലും കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോൾ എത്ര വരെ പോകാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 1011 റാങ്ക് കിട്ടിയിട്ട് 323 OBC റാങ്ക് കിട്ടിയ കുട്ടിക്ക് SPA ഭോപ്പാലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ കുട്ടിയുടെ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് SPA ഡൽഹിയാണ്. അപ്പോൾ SPA ഡൽഹിയിലേക്ക് ഈ ഒരു റാങ്കിൽ ഇപ്പോൾ തൽക്കാലം എത്തിയിട്ടില്ല. പക്ഷേ അതിന് തൊട്ട് താഴെയുള്ള SPA ഭോപ്പാൽ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് 1469 ജനറൽ കാറ്റഗറിയിൽ വന്നിട്ടുള്ളൊരു കുട്ടിക്ക് ഫസ്റ്റത്തെ അലോട്ട്മെൻറ്റിൽ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. 16ഓളം ഓപ്ഷൻസ് ആ കുട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കോളേജിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഒരു 1400 ആകുമ്പോഴേക്കും ജനറൽ കാറ്റഗറിയിൽ അവസാനിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് SPA ഭോപ്പാൽ OBC 540 ചോയ്സ് 2 ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1695 റാങ്ക് OBC ആണെങ്കിൽ ആ കുട്ടിക്ക് SPA ഭോപ്പാൽ കിട്ടുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ. ആ കുട്ടിയുടെ ഹയർ ഓപ്ഷനായിട്ട് SPA ഡൽഹിയൊക്കെ എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ 2647 537 OBC റാങ്ക് വന്നപ്പോൾ ആ കുട്ടിക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് ചില കുട്ടികൾ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നവരുണ്ടാവും. അത്തരം കുട്ടികൾക്ക് ഇഗ്നൈറ്റിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ റീഫണ്ട് തരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഇയറിനായിട്ടുള്ളത്. ബെസ്റ്റ് വിഷസ്.